എം.വി. രാഘവൻ മൺമറഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം. രാഷ്ട്രീയ ലോകത്തെ സമാനതകളില്ലാത്ത ഈ ജനനേതാവിന്റെ വാക്കിനും വഴികൾക്കും ഇന്നും പ്രസക്തിയേറെയാണ്. ഇടതിലും വലതിലും എം.വി.ആർ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ നിലപാടുകളും രാഷ്ട്രീയ നീക്കങ്ങളും വരും തലമുറയ്ക്കും പാഠപുസ്തകമാണ്. മേലേത്ത് വീട്ടിൽ രാഘവൻ നമ്പ്യാർ. എം.വി.ആർ എന്ന സുപരിചിതമായ മൂന്നക്ഷരത്തിലൂടെ രാഷ്ട്രീയത്തിലെ ഗർജിക്കുന്ന സിംഹമായ ഒരു ജന്മം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും തളർച്ചയും കണ്ട് ഇടതു വലത് രാഷ്ട്രീയത്തിൽ തലയെടുപ്പോടെ ജീവിച്ച നേതാവ്. പരുക്കനായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയും സാമൂഹ്യ അസമത്വങ്ങളുടെയും നടുവിലൂടെ നടന്നു തുടങ്ങിയ ജീവിതം. നെയ്ത്തു തൊഴിലാളിയിൽ നിന്ന് ബാലസംഘത്തിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിയ ബാല്യം. മലബാറിന്റെ വിപ്ലവ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട സമര സംഭവങ്ങൾ കണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്ന ചങ്കുറപ്പ്. പഞ്ചായത്ത് പ്രസിഡന്റായതിന് പിന്നാലെ പാപ്പിനിശ്ശേരിയിൽ തുടങ്ങിയ വിഷചികിത്സാ കേന്ദ്രം, അനുബന്ധമായി ഉയർന്നു വന്ന പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തു കേന്ദ്രം, AKG ആശുപത്രി, മന്ത്രിയായതിന് പിന്നാലെ ഉയർത്തിയ പരിയാരം മെഡിക്കൽ കോളേജ്, വിഴിഞ്ഞം പദ്ധതിക്കായുള്ള കാൽവെപ്പ്, എം.വി.ആറിന്റെ ഓർമ്മകൾ തുളുമ്പുന്ന സ്തംഭങ്ങൾ ഏറെയുണ്ട് ഇവിടെ. മലബാറിൽ CPM-ന്റെ സർവാധിപതിയായപ്പോൾ ലീഗിനോടും കേരള കോൺഗ്രസിനോടും ഐക്യമാകാമെന്ന നിലപാടിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് വഴിത്തിരിവ്. കൂടെ നിൽക്കാൻ ചങ്കൂറ്റം കാണിച്ചവരെ കൂട്ടിയിണക്കി CMB രൂപീകരിച്ചത് ചരിത്രം. പരിയാരത്തിന്റെ പേരിൽ പഴികേട്ടതും കൂത്തുപറമ്പ് വെടിവെപ്പിലേക്കടക്കം നയിച്ച സംഭവങ്ങളും മായാത്ത മറ്റൊരേട്. മണ്ഡലങ്ങൾ മാറി മാറി മത്സരിച്ച് വിജയിച്ച എം.വി.ആർ ഒടുവിൽ പരാജയത്തിന്റെ രുചിയും അറിഞ്ഞു. അവിടെയും മുതൽക്കൂട്ടായത് എം.വി.ആറിന്റെ ഇടത് ചിന്തയായിരുന്നു. അതൊടുവിൽ CPM-ഉം മനസ്സിലാക്കി. അങ്ങനെ ചുവപ്പണിഞ്ഞ് അന്ത്യവിശ്രമം കൊണ്ട ജനനേതാവ് ഇനി പയ്യാമ്പലത്തെ ഈ സ്മൃതി മണ്ഡപത്തിൽ തലയുയർത്തി നിൽക്കും. റിപ്പോർട്ടർ, കണ്ണൂർ.